ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിഡിലൻ ടേസ്റ്റിലുള്ള ഒരു അറബിക് റൈസ് റെസിപ്പിയുമായിട്ടാണ്, മുത്തബ്ബൻ റൈസ് റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു മുത്തബ്ബൻ റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. കുറേ പേര് മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ള ബീഫ് മുത്തബ്ബൻ റെസിപ്പിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ മുത്തബ്ബൻ റെസിപ്പി ഇപ്പം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു അറബിക് റൈസ്, ഈ ഒരു ചിക്കൻ മുത്തബ്ബൻ ഉണ്ടാക്കുന്നത് ബസ്മതി റൈസ് വെച്ചിട്ടാണ്. അതായത് നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ദേവായ ബ്രാൻഡ് ബസ്മതി റൈസാണ്. UAE-യിലാണെങ്കിൽ ദേവായ ബ്രാൻഡ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസും എടുക്കുക. വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു 5 കപ്പോളം, ഈ ഒരു കപ്പിൽ 5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴുകിയ ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് മാത്രം കുതിർത്ത് വെച്ചാൽ മതി, അതിൽ കൂടുതൽ കുതിർക്കരുത് കേട്ടോ. പിന്നെ നമുക്കിതിലിട്ടൊരു പേസ്റ്റ് റെഡിയാക്കാനുണ്ട്. ആദ്യം തന്നെ ഞാൻ ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു പകുതി എടുത്തിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കത്തിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് വാങ്ങിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കം എടുത്ത്. ക്യാപ്സിക്കം ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആവും, നമ്മൾ മന്തിയിലോട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ. പിന്നെ ഇഞ്ചി ഇതുപോലെ വലിയൊരു പീസ് എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ വെളുത്തുള്ളി ഒരു ഉണ്ട എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 ഉണ്ട എടുക്കുക. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പേസ്റ്റ് ആക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. നമ്മൾ ക്യാപ്സിക്കം ചേർത്തുകൊണ്ട് തന്നെ ചെറുതായിട്ട് വെള്ളം പോലെ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. പച്ചമുളകാണെങ്കിൽ നല്ലോണം ചതച്ച പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഈ മുത്തബ്ബൻ റൈസ് ഏതിലാണോ ഉണ്ടാക്കുന്നത്, സെറ്റ് ചെയ്യുന്നത്, ആ ഒരു പാത്രം എടുക്കുക. പിന്നെ അതിന് മുമ്പ് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇവിടെ നമ്മൾ പാത്രത്തിൽ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് പാന് ചൂടാക്കുന്നതിനൊക്കെ മുമ്പ് ആദ്യം കുറച്ച് നെയ്യ് ഒന്ന് പാനിൻ്റെ ഏറ്റവും താഴത്തെ വശത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിത് വഴറ്റിയൊന്നും എടുക്കുന്നില്ല, സവോള തക്കാളി ഒന്നും വഴറ്റി എടുക്കുന്നില്ല, എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ സവോള ഞാൻ 5 വലിയ സവോള സ്ലൈസ് ചെയ്തതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് 5 കപ്പ് അരിയിലോട്ട് 5 വലിയ സവോള കേട്ടോ. സവോള ഒരുപാടൊന്നും വേണ്ട, 5 മതിയാകും. അപ്പോൾ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഒരു 2-3 പിടിയോളം ഇതുപോലെ മൊത്തത്തിൽ പാത്രം മൊത്തത്തിൽ കവറാകുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ തക്കാളി ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബീഫ് മുത്തബ്ബൻ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിരുന്നല്ലോ, അപ്പോൾ അതിൽ നമ്മളിതെല്ലാം കൂടി ഒരുമിച്ച് ബീഫും എല്ലാം കൂടി വെച്ചിട്ട് ദമ്മിടായിരുന്നു ചെയ്തിരുന്നായിരുന്നത്. അപ്പോൾ ഇത് കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകല്ല ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1-2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഉണങ്ങിയ നാരങ്ങയാണ്, 2 എടുത്തിട്ടുണ്ട്. അതിൽ 1 ഇതുപോലെ പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഇതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ടുള്ള ചിക്കൻ വലിയ പീസാക്കിയതാണ്. 2 ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോൻ്റെ 2 ചിക്കൻ, അതായത് 2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു ലെയർ വെച്ച് കൊടുത്തു. അതിന് മുകളിൽ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂണ് അല്ലെങ്കിൽ 1.5 ടീസ്പൂണ് അറബിക് മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. അറബിക് മസാല പൗഡർ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. പിന്നെ 1 ടീസ്പൂണ് ഉപ്പും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വേവോ എല്ലാം കൂടി റെഡി ആവുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും. ഒന്നും പേടിക്കേണ്ട, ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതിന് മുകളിൽ വീണ്ടും നമ്മൾ ഒരു ലെയറും കൂടി വെച്ച് കൊടുക്കുകയാണ്. കാരണം നമ്മൾ 2 കിലോ ചിക്കൻ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ 1 കിലോ ചിക്കൻ ആണെങ്കിലും നിങ്ങളൊരു 1 കിലോ 2 എന്താ പറയുക പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. ഒറ്റ ലെയറായിട്ട് വെച്ച് കൊടുക്കണ്ട. എന്നിട്ട് വീണ്ടും സവോള സ്പ്രെഡ് ചെയ്തു, തക്കാളി സ്പ്രെഡ് ചെയ്തു, അതിന് മുകളിൽ ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം ചതച്ചത് സ്പ്രെഡ് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ കുറേ സ്റ്റെപ്സ് ഉള്ള പോലെ തോന്നും, പക്ഷേ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു ചിക്കൻ റൈസ് റെസിപ്പി ആട്ടോ അത്. അപ്പോൾ അതിന് മുകളിൽ ഉണങ്ങിയ നാരങ്ങ ഇതുപോലെ പിച്ചിട്ട് കൊടുക്കുകയാണ്. 2 ഉണങ്ങിയ നാരങ്ങ എടുത്തിട്ടുള്ളത്. ഒരു ലെയറിൽ 1 ഇട്ട് കൊടുത്തു, രണ്ടാമത്തെ ലെയറിൽ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ നമ്മൾ ഗരം മസാലപ്പൊടി 1 ടീസ്പൂണോളം, പിന്നെ 1 ടീസ്പൂണ് അറബിക് സ്പൈസ് പൗഡർ,
പിന്നെ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ മതിയാവും മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട കേട്ടോ, ഞാൻ ഇട്ടത് കുറച്ച് കൂടി പോയിട്ടുണ്ട്, അപ്പം ഒരു 1/4 ടീസ്പൂൺ മതി. പിന്നെ ഉപ്പ് 1 ടീസ്പൂണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വിട്ടുപോയത്, നമ്മുടെ ചിക്കൻ വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ മസാലപ്പൊടി വെച്ച് കൊടുക്കുന്നതിന് മുമ്പ്, അതായത് സവോള തക്കാളി വെച്ച ശേഷം നമുക്ക് ചിക്കൻ വെക്കണം. അതിന് ശേഷമാണ് നിങ്ങൾ മസാലപ്പൊടികൾ സ്പ്രെഡ് ചെയ്യേണ്ടത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലും ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാ ചിക്കൻ വെച്ച് കൊടുത്തു, ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചിക്കന്, ആ ഒരു മസാലയിലൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടാമത്തെ ലെയറിൽ ചിക്കൻ വെച്ച ശേഷമാണ് മസാലപ്പൊടികൾ സ്പ്രെഡ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിൻ്റെ മുകളിൽ മല്ലിയില സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് വെച്ചോളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഞാൻ ബീഫ് മുത്തബ്ബൻ ഷെയർ ചെയ്ത സമയത്ത് അതിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം അത് ഒരുപാട് പേർക്ക് അന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കുറേ പേര് ട്രൈ ചെയ്തിരുന്നു, പക്ഷേ പലർക്കും അത് ഉണ്ടാക്കാൻ ഒരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ വെച്ചതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ഏകദേശം കുക്കായി കഴിഞ്ഞാൽ, നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദമ്മിട്ട് കൊടുക്കാം റൈസ് വെച്ചിട്ട്. അപ്പോൾ നമ്മളെ അവിടെ അരി വേവിക്കാനുള്ള വെള്ളം അവിടെ തിളയ്ക്കുന്നുണ്ട്. അതിലോട്ട് ഒരു 2-3 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കുക. നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്, അത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അരി എപ്പോഴും വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ വേണം വേവിക്കാൻ കേട്ടോ, എന്നാലേ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോവുള്ളൂ. പിന്നെ നമ്മൾ ആദ്യം അരി ഒന്ന് ഫസ്റ്റത്തെ വേവിലൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഈ അരി വേവിക്കുന്ന വെള്ളത്തിലോട്ട്. അപ്പോൾ നമ്മൾ അരി വേവിച്ച ശേഷം ഒരു ഫസ്റ്റത്തെ തിളക്ക് വന്ന ശേഷം അരി ഒന്ന് നോക്കുക. ചോറ് ഏകദേശം ഒന്ന് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 കയ്യിൽ ചോറ് നമ്മൾ ഏറ്റവും താഴത്തെ ലെയറിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ 10 മിനിറ്റ് നമ്മൾ വേവിക്കാൻ വെച്ചല്ലോ, നന്നായിട്ട് തിളക്കുന്നുണ്ട്, വെള്ളമൊക്കെ പുറത്തേക്ക് ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ, അതിന് ശേഷം വേണം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിലെന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഫ് മുത്തബ്ബൻ ഉണ്ടാക്കിയ സമയത്ത് മിക്സ് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു, എല്ലാം കൂടി ഒരുമിച്ച് ദമ്മിട്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ഒരു ടെൻഷനായിരിക്കും എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നമുക്ക് ചിക്കനൊക്കെ ഏകദേശം നമുക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും എന്നുള്ളതൊക്കെ മനസ്സിലാവും ഇങ്ങനെ ആകുമ്പോൾ. അപ്പോൾ അതിൽ ഇത്രയും വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞുതരാം. ഇതിനി ചെറിയ ഫ്ലെയിമിൽ വെക്കുകയാണ്. ഇതുവരെ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വളരെ കുറഞ്ഞ സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റത്തെ ലെയർ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വേവ് കുറഞ്ഞിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കണം, ഒരു 2 കൈയിലോളം കേട്ടോ. അപ്പം ഇത് വെന്തിട്ടുണ്ടാവണം, ഒട്ടും തന്നെ വേവാത്ത ഇട്ട് കൊടുക്കരുത്. നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ വേവാനുണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഫസ്റ്റത്തെ ലെയർ ഇട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും താഴത്തെ ലെയർ ഉള്ള ചോറ് എല്ലാം കൂടി മസാലയോട് മിക്സ് ആവില്ല. അപ്പോൾ ഇത് വേവാനുള്ള സമയം ഉണ്ടല്ലോ, നമ്മൾ ദമ്മിടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റത്തെ ലെയർ കുറച്ച് വേവ് കുറഞ്ഞത് ഇട്ട് കൊടുക്കാൻ. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇടുന്നത് നല്ലതാണ്, അപ്പോൾ നമുക്ക് വേവ് കൂടില്ല ചോറിന്. അപ്പോൾ 2 കയ്യിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലെയർ. അതിനുശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടെ നമ്മൾ ചോറ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം എത്ര വേവിലാണ് നമ്മൾ ചോറ് എടുക്കുന്നത് ആ രീതിയിൽ കേട്ടോ, വല്ലാണ്ട് വെന്ത് പൊട്ടി പോകാൻ പാടില്ല, അതും ശ്രദ്ധിക്കുക. അപ്പം വേവ് കറക്റ്റായപ്പോൾ ഞാൻ അത് ഓട്ടപാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് ദമ്മിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ലെയർ ഇട്ട് കൊടുത്ത ശേഷം അപ്പം തന്നെ ഞാൻ ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാമത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത്ര ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ആദ്യം കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ ലെയറിൻ്റെ മുകളിൽ. അതിന് മുകളിൽ നമ്മൾക്ക് ഇതുപോലെ റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേറെ ഒന്നും ചേർത്ത് കൊടുക്കൊന്നും വേണ്ട. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലൂടെ നമ്മൾ നെയ്യിൽ വഴറ്റിയെടുക്കുന്നൊന്നുമില്ല, ഇതുപോലെ നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നെയ്യ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഞാൻ അധികം ചേർക്കുന്നില്ല. പിന്നെ മല്ലിയില സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ 1-2 വെച്ചിട്ടാണ് ഇത് കവർ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് സീൽ ചെയ്യുന്നുണ്ട്, എന്നാലും നമുക്ക് നല്ല ദമ്മിൽ ചിക്കൻ ഇനിയും വേവാനുണ്ട്, അതുപോലെ റൈസ് ഒന്നുകൂടെ താഴത്തെ ലെയർ ഒന്ന് കുക്ക് ആവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 5-6 ലെയർ അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഞാനിത് ദമ്മിടുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക.
എന്നാൽ ആ കറക്റ്റ് മണമൊക്കെ അതിൽ പിടിക്കുള്ളൂ. ആ റൈസിലൊക്കെ പിടിച്ചിട്ട് വേറൊരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഒരു റൈസ്. ഇത് കാണുമ്പോൾ ബിരിയാണി പോലെ ഉണ്ടാവും, പക്ഷേ ടേസ്റ്റ് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി റൈസ് റെസിപ്പി തന്നെയാണ്. ഒരു അറബിക് റൈസ് റെസിപ്പീൻ്റെ റൈസിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അധികം മസാലയൊന്നും ഇല്ലാത്ത എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെസിപ്പിയാണ്. നമ്മൾ ആദ്യം ചിക്കൻ വേവിച്ചതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു അരമണിക്കൂർ ദമ്മിൽ കിടന്നാൽ മതി. ചെറിയ ഫ്ലെയിമിൽ, വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് കേട്ടോ. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പം തന്നെ തുറക്കണമെന്നില്ല. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറും കൂടി അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നല്ല ഫ്ലേവറൊക്കെ എല്ലാ റൈസിലൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചോറ് വിളമ്പാം. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ബിരിയാണി പോലെ തന്നെ ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ആ ഒരു മണമൊക്കെ ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യലാണ്. അതായത് അറബിക് മസാല പൗഡർ ചേർത്തുകൊണ്ട് തന്നെ വേറൊരു വെറൈറ്റി മണവും ഒരു ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഉണങ്ങിയ നാരങ്ങ ഒക്കെ ചേർത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഒരു കൊതിപ്പിക്കുന്ന ഒരു മണമാണ് ഇതിനുള്ളത്. അതുപോലെ റൈസൊക്കെ നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടുണ്ട്. അതുപോലെ ചിക്കനും നല്ലോണം കുക്കായിട്ടുണ്ട്. മസാല ഒന്നും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഒക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ സവോള അതൊക്കെ അതിലിങ്ങോട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമ്മൾ വഴറ്റൊന്നും ചെയ്യാണ്ടല്ലേ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഈ ഒരു റൈസ് റെസിപ്പി കണ്ടാൽ ഒട്ടും അങ്ങനെ തോന്നിയില്ല. കണ്ടോ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം ഇത് കറക്റ്റ് ഇതാട്ടോ, 30 മിനിറ്റ് വെക്കുന്നതൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇത് കണ്ടോ, അടിയിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 2 ചിക്കനിലോട്ട് 5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചിക്കനൊക്കെ ഇതാ നല്ലോണം സോഫ്റ്റായിട്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ഈ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തൈര് സാലഡും പിന്നെ ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ടൊമാറ്റോ ചട്നി. അതിൻ്റെ കൂടെ ചെറിയ ടൊമാറ്റോ സൈഡായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ്, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചിക്കൻ മുത്തബ്ബൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതേപോലെ തന്നെയാണ് ബീഫ് ഉണ്ടാക്കുക, പക്ഷേ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു അന്ന് ഉണ്ടാക്കിയത്. അത് ഞാൻ വീണ്ടും വേറെ ദിവസം അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ. ആ ഒരു വീഡിയോ എനിക്ക് ചില പ്രത്യേക സാഹചര്യത്താൽ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് ബീഫ് മുത്തബ്ബനും അതുപോലെ മട്ടൻ മുത്തബ്ബനും ഒക്കെ വേറൊരു ദിവസം ഷെയർ ചെയ്യേണ്ടത്. ഇതിപ്പം ചിക്കനാണ്. ചിക്കൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ചിക്കനൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. അമ്മാവിൻ്റെ മോനും വൈഫും കുട്ടിയുമാണ്. അപ്പോൾ അവർ വന്നപ്പോൾ ഉണ്ടാക്കിയ റൈസ് റെസിപ്പി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മുടെ ചിക്കൻ മുത്തബ്ബൻ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അടിപൊളി റൈസ് റെസിപ്പിയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതിലേക്കും ബൈ. താങ്ക് യു.